CPM സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ ശൈലിക്കെതിരെ വിമർശനം. എം.വി. ഗോവിന്ദന്റെ ഭാഷാശൈലി തിരുത്തണമെന്ന് വിമർശകർ ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ തിരിച്ചടിയെ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ന്യായീകരിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം, ആ പരാജയത്തിന് ശേഷം LDF-നെതിരെ പ്രത്യേകിച്ച് CPM-നെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. CPI അടക്കം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെയും ഒപ്പം എം.വി. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ ശൈലിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു. അതേ വിമർശനം തന്നെയാണ് ഇന്നലെ സംസ്ഥാന സമിതി യോഗത്തിലും ഉയർന്നത് എന്നുള്ളതാണ്. പാർട്ടി സെക്രട്ടറിയുടെ ശൈലിക്കെതിരെയാണ് ഏറ്റവും പ്രധാനമായും വിമർശനം ഉയർന്നു വന്നത്. വിവിധ നേതാക്കൾ അത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭാഷാശൈലിയിൽ ഒരു തിരുത്തൽ വേണം പാർട്ടി സെക്രട്ടറിയുടേത്. ആ ഭാഷാശൈലി കൃത്യമായി തന്നെ തിരുത്തി സാധാരണക്കാർക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു വിമർശനമായി ഉയർന്നത്. ഒപ്പം കെ രാജേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. കണ്ണൂരിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കെ രാജേഷ് പറഞ്ഞ് വെക്കുന്നത്. നമുക്കറിയാം, തളിപ്പറമ്പിൽ PK ഗോവിന്ദൻ മത്സരിച്ചു ഈ എം.വി. ഗോവിന്ദന്റെ ഭാര്യയ്ക്കെതിരെ. എം.വി. ഗോവിന്ദന്റെ ഭാര്യയെ മത്സരത്തിന് ഇറക്കുന്ന സാഹചര്യത്തിൽ തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അണികൾക്കുള്ളിൽ തന്നെ ഉണ്ടായതാണ് എന്നുള്ളതാണ്. എന്തായാലും അവിടെ എങ്ങും തന്നെ ഒരു വീഴ്ച സംഭവിച്ചില്ല എന്ന് ഒരു ന്യായീകരണം, അതായത് എം.വി. ഗോവിന്ദനെ അടക്കം ശ്യാമള ടീച്ചറിനെ അടക്കം ന്യായീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. പക്ഷേ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പാർട്ടി നേതാക്കളുടെ ഇടയിലും അണികൾക്കിടയിലും ഉയർന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം. പക്ഷേ കണ്ണൂരിൽ അത്തരത്തിലുള്ള ഒരു ഇളക്കം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കെ രാജേഷ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ കനത്ത പരാജയത്തിന് ശേഷം CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പാർട്ടിക്ക് അണികൾക്കിടയിലും അതുപോലെ തന്നെ നേതാക്കൾക്കിടയിലും ഉണ്ടാകുന്നത്.